അമ്മോ എടാ നീ പ്രോജക്റ്റ് വെച്ചാ? എടാ എന്തു കഷ്ടം എടാ, നിന്റെ അടുത്ത് വയ്ക്കില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ? എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെക്കണമെന്നല്ലേ? എടാ ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്തോന്നമ്മോ കഷ്ടമുണ്ട്. എടാ എനിക്ക് അറിയത്തില്ലടാ, ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ലാസ്സിൽ വരാത്തോണ്ട് എനിക്ക് അറിയത്തില്ല. അനുവിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ ഒരുമിച്ചാ പറഞ്ഞേ. രണ്ടുപേരും വെച്ചല്ലേ, നന്നായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മാത്സിന്റെ പ്രോജക്റ്റ് ഫൈനൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വച്ചില്ല, കാരണം നീ വെക്കാത്തോണ്ട്. നന്ദി വേണോടി, നന്ദി. ഓ ശരി, ഇനി ഒന്നും പറയണ്ട. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത് അറിയത്തില്ല, ചെയ്യാം ഞാൻ. ഓക്കെ ശരി. ഹായ്. കിളി, ഇതെന്താ കിളി ഇത്? അയ്യോ കൊറേ ഉണ്ടല്ലോ. അച്ചടാ നല്ല രസമുണ്ട്. മഞ്ഞക്കള, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ കിളി. ഫോട്ടോ എടുത്തോ? ക്ലിയർ ഇല്ല, പുതിയ ഫോൺ മേടിക്കും. അച്ചടാ നല്ല രസമുണ്ട്. അയ്യോ മോളെ, എന്തോന്ന് മോളെ? കിളി അച്ഛാ, കിളി. കിളിയാ? എവിടെ? അത് നോക്ക്, ഞാൻ വന്നപ്പോ ഇവിടെ ഈ മരത്തിന്റെ മണ്ടയിൽ ഇരിക്കായിരുന്നേ. മഞ്ഞ കളറ് കിളി, നല്ല രസമുണ്ട് കാണാൻ. എവിടെ? പറന്നീ പോയാ? ഇനി കുരുവിയായിരുന്നു? കുരുവില്ല അച്ഛാ, കുറച്ചും കൂടെ വലിയ കിളി. എന്ത് കളറായിരുന്നു? മഞ്ഞ കളർ. അതാണ്ട് ഈ കളറിനെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ലൈറ്റ്. ആണോ? നല്ല ഭംഗിയായിരുന്നു. ഭംഗിയായിരുന്നു. അല്ലെങ്കിൽ ഈ കിളികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭംഗിയുള്ള സാധനല്ലേ, തൂവലൊക്കെ പല കളറും. കാണാൻ പറ്റിയില്ല. എടി നല്ലൊരു കിളിയടി, അപൂർവ ഇനത്തിൽ പെട്ടാന്ന് തോന്നണ. എവിടെ പോയി? എടി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു പോയി. നല്ല കിളിയായിരുന്നു. എന്ത് കിളിയാണെന്ന് അറിയുമോ? അതെ, മണ്ണാത്തി പുള്ളായിരിക്കോ അതോ ആനറാഞ്ചിയാണോ അല്ലെങ്കിൽ പൂത്താങ്കിരി ആവാൻ സാധ്യതയില്ല അല്ലേ? എന്തുമാത്രം ഐറ്റം കിളികളുണ്ടെന്ന് അറിയുമോ? പണ്ട് നമ്മുടെ ഇവിടെ കാഞ്ഞിരംപാറയല്ലേ, ആ പാറകളിൽ ഇറങ്ങുന്നതിന്റെ അവിടെ എന്തുമാത്രം കിളികൾ വരുമ്പോ ആ പാറയുടെ മേളിൽ കയറി പറന്ന് കാണാൻ ഭയങ്കര രസമാണ്. അതെ, എപ്പോഴും ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഇതിനൊന്നും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ എന്റെ മോള് പുറത്തോട്ട് ഇറങ്ങണം, ഇങ്ങനെയൊക്കെ നോക്കണം, എന്നാലേ കാണാൻ പറ്റൂ കിളികളെയൊക്കെ. കിളികളെ കുറിച്ച് അറിയണമെങ്കിലേ ഇങ്ങനെ നോക്കണമെന്നൊന്നുമില്ല, ഫോണിൽ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ പോരെ. അച്ഛന് ഏത് കിളി വേണം? കൊള്ളാം, നല്ല ആളെടുത്താണ് പറയാം. നീ ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ മോളെ? അച്ഛൻ എടുക്കാൻ പറ്റിയില്ല അച്ഛാ, അത് പറന്നു പോയത്. എന്ത് പരിപാടി രാവിലെ തന്നെ? അച്ഛാ ഇനി മറ്റേ ദേശാടന കിളി വല്ലതും ആയിരിക്കോ? ദേശാടന കിളിയാണെങ്കിലേ അത് കൂട്ടത്തോടു കൂടിയല്ലേ വരുള്ളൂ. ആണല്ലേ? ദേശാടന കിളി അത് ഇവിടെ പറന്ന്. എടി എന്തോന്ന് പരിപാടി എന്ന് പറ. പക്ഷി നിരീക്ഷണോ? എന്റെ മണി, ഇവൾ ഒരു കിളിയൊക്കെ കണ്ടു, നല്ല രസമുള്ളൊരു മഞ്ഞ കിളി എന്നാണ് പറയാൻ, പക്ഷെ നമ്മൾ കണ്ടില്ല, പറന്നു പോയി. നല്ല രസമുണ്ടായിരുന്നമ്മ. ആണോ? അല്ലടി, ഈ മണ്ണാത്തി പുള്ളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എടി അതൊക്കെ എനിക്കറിയാം, ഞാൻ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ വേറൊരു പേര് പറഞ്ഞല്ലോ, പൂത്താങ്കിരി. പൂത്താങ്കരി. ആനറാഞ്ചി. ആനറാഞ്ചി ഒന്നുമില്ല. നീ കണ്ടില്ലോ ഇവിടെ മരത്തിന്റെ വെള്ളി? ഇവിടെ ഏതൊക്കെയോ ചെറിയ ചെറിയ കിളികളൊക്കെ വരണ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോന്ന്, അതൊക്കെ എന്റെ തറവാട്ടില്. അയ്യോ എത്ര തരം കിളികളും പക്ഷികളും വരുമായിരുന്നു അറിയോ? നമ്മുടെ വയലിന്റെ അപ്പുറത്തെ കാവില്ലേ, കാവില് 100 കണക്കിന് വെറൈറ്റിയുള്ള പക്ഷികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വർഷത്തിലെ സീസണൊക്കെ ആവുമ്പോഴത്തേക്കും ദേശാടന കിളികൾ പറന്നു വരും, എല്ലാ വർഷവും വരും. നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ ഏതൊക്കെയോ രാജ്യത്തു നിന്ന് വരുന്നതാണെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് കളറുള്ള മഞ്ഞ കളറ്, പിന്നെ വെള്ളയും തവിടും കൂടെ ചേർന്ന കളറ്, പിന്നെ ഒരു വെള്ളയിൽ ചാര നിറമുള്ള ഒരു വലിയ പക്ഷി. എന്തൊക്കെ വെറൈറ്റികളാണ്. പക്ഷെ നിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാനും ചേട്ടനും കൂടെ എപ്പോഴും പോയി കാണുമായിരുന്നു കേട്ടാ. ഞാൻ പോണ് ഇനി. ഇവിടെ നിന്നല്ലേ പുലിനട വീട്ടിലെ പക്ഷിപുരാണം മൊത്തം കേൾക്കേണ്ടി വരും. അച്ഛാ ഞാനും വരുന്നു. അവര് പോട്ടമ്മ, അവർക്ക് ഈ പ്രകൃതി സ്നേഹവും അങ്ങനെ പറ്റിയുള്ള ഫീലിങ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അമ്മ പറ അമ്മ, ഏതൊക്കെ കിളിയമ്മ കണ്ടിട്ടുണ്ട്? പണിയായിരുന്നു, പണിയുണ്ട്. ഇവിടെ വാനത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്തോന്നമ്മ? പണിയുണ്ടടി അടുക്കളയില്, നീ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ. മക്കളെ, എനിക്ക് തോന്നുന്നതേ
മെനങ്ങാന്ന് ഞാൻ ഇവിടെ നിന്നപ്പോഴേ ആ ഓലയിൽ ഒരു കിളി വന്നിരുന്നു. ഒരു മഞ്ഞയും ഒരു കറുപ്പൊക്കെ ഉള്ള പുള്ളി ഒരു കിളി. ഇനി അത് വല്ലതുമാണ്, അതൊരു കുരുവി പോലെയാണ്, ഒരു മറ്റേ തൂക്കണാം കുരുവി പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ മാവിലല്ലേ നീ കണ്ടത്, ഇവിടെ കൂട് വെക്കാൻ വരായിരിക്കും, മുട്ടയിടാൻ വേണ്ടി പിന്നെ കൂട് വെക്കാൻ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ശല്യം ചെയ്യരുത്. ഇല്ലല്ലോ, ഒരുപാട് കിളി കിട്ടൂല നമുക്ക്. നമുക്ക് കിട്ടൂല. ഇവിടെ വന്ന് അത് കൂട് വെച്ച് മുട്ട വിരിഞ്ഞ് പറന്നങ്ങ് പോവും. പക്ഷെ നല്ല രസമായിരിക്കും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.